കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ അറിയാനും പരിപാലിക്കാനും അതിന്റെ ഉപയോഗം പുതുതലമുറയെ പരിചയപ്പെടുത്താനും ലക്ഷ്യം വെച്ച് കായംകുളം ശ്രീനാരായണ സെന്റർ സ്കൂളിൽ അപൂർവ ഔഷധ സസ്യത്തോട്ടം ഒരുക്കി. ഔഷധ സസ്യത്തോട്ടത്തിന്റെ ഉദ്ഘാടനം കേരള ഔഷധ സസ്യ ബോർഡ് എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ പ്രിയ ദേവദത്ത് നിർവഹിച്ചു. 25 അപൂർവ ഔഷധ സസ്യങ്ങൾ അടക്കം 210ലധികം ഇനങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരമാണ് തോട്ടത്തിലുള്ളത്. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ അറിയാനും പരിപാലിക്കാനും അതിന്റെ ഉപയോഗം പുതുതലമുറയെ പരിചയപ്പെടുത്താനും ലക്ഷ്യം വെച്ചാണ് കായംകുളം ശ്രീനാരായണ സെന്റർ സ്കൂളിൽ അപൂർവ ഔഷധ സസ്യത്തോട്ടം ഒരുക്കിയിരിക്കുന്നത്. വളരെ അപൂർവവും വംശനാശ ഭീഷണിയുള്ളതുമായ കുളവെട്ടി, വെള്ളക്കുന്തിരിക്കം എന്നിവയും സോമലത, തുത്ത്, അമ, ഹേമദണ്ഡി, വെമ്പാട, യശങ്കു, പൊൻകരണ്ടി, ഉൽക്കണ്ടകം, കായാമ്പു, കക്കുംകായ, വള്ളിക്കുഴൽ, വാതക്കൊടി, നീലക്കിരിയാത്ത്, കരിമരം, വഹ്നി, ഗുൽഗുലു, തിരുവട്ടക്കായ, നെയ്വള്ളി, അഖിൽ രുദ്രാക്ഷം, വള്ളിക്കുറുന്തോട്ടി, മനോരഞ്ജിതം, ഒരുപരണ്ട, മുപ്പരണ്ട, നീലോൽപ്പനം തുടങ്ങി ദശമൂലത്തിലെ 10 സസ്യങ്ങളും ദശപുഷ്പങ്ങളിലെ 10 സസ്യങ്ങളും നാൽപ്പാമരത്തിലെ 4 ഇനം ആൽമരങ്ങളും ത്രിഫലയിലെ താന്നിയും കടുക്കയും നെല്ലിയും ഒക്കെ ഇവിടെ കാണാം. ചെത്തി കൊടുവേലി, നീലക്കൊടുവേലി, വെള്ളക്കൊടുവേലി, കസ്തൂരി മഞ്ഞൾ എന്നിവയും ഇവിടെ തിരിച്ചറിയാൻ കഴിയും. സ്കൂളിലെ ഔഷധ സസ്യത്തോട്ടത്തിന്റെ ഉദ്ഘാടനവും ഭൗമ ദിനാചരണവും കഴിഞ്ഞ ദിവസം നടന്നു. 25ഓളം അപൂർവ ഔഷധ സസ്യങ്ങളടക്കം 210ലധികം ഇനങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരമാണ് തോട്ടത്തിലുള്ളതെന്ന് സ്വാഗത പ്രസംഗത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ശ്രീജയ SP പറഞ്ഞു. ഔഷധ സസ്യത്തോട്ടത്തിന്റെ ഉദ്ഘാടനം കേരള ഔഷധ സസ്യ ബോർഡ് എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ പ്രിയ ദേവദത്ത് നിർവഹിച്ചു. സംസ്ഥാനത്തെ വംശനാശം നേരിടുന്ന സസ്യവിഭാഗങ്ങളിൽ കണിക്കൊന്നയും ഉൾപ്പെടുമെന്ന് ഡോക്ടർ പ്രിയ പറഞ്ഞു. സ്കൂൾ മാനേജർ പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരള വനം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ കണ്ണൻ CS വാര്യർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വനമിത്ര അവാർഡ് ജേതാവായ കൊല്ലകൽ ദേവകിയമ്മയെ ചടങ്ങിൽ ആദരിച്ചു. ഔഷധ സസ്യത്തോട്ടം കോർഡിനേറ്റർ അശോകൻ, ശ്രീനാരായണ സാംസ്കാരിക സമിതി സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ, PTA പ്രസിഡന്റ് നാരായണദാസ്, ട്രഷറർ പ്രൊഫസർ സുകുമാര ബാബു, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ധനപാലൻ, അനിത സത്യൻ, പുഷ്പകുമാരി, ബീന എന്നിവർ സംസാരിച്ചു. ചടങ്ങിന് വൈസ് പ്രിൻസിപ്പൽ മധുപാലൻ നന്ദി പറഞ്ഞു. പൗരാണികമായി നിലനിർത്തി വന്ന കേരളത്തിൻ്റെ ആരോഗ്യ പരിരക്ഷ ആയുർവേദത്തിലൂടെ അത്തരം ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. ഇന്നത് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. പുതുതലമുറയെ അത് പഠിപ്പിച്ചു കൊടുക്കുക, അവർക്ക് അതിൽ അവബോധമുണ്ടാക്കുക എന്ന ലക്ഷ്യബോധത്തോടെ ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ 200-ൽ പരം ഔഷധ സസ്യങ്ങളാണ് ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. ഏതാണ്ട് 4 മാസക്കാലമായി അധ്യാപകരും വിദ്യാർത്ഥികളും ഞങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഞങ്ങളുടെ സ്കൂൾ മാനേജ്മെൻറ്റ് അംഗങ്ങൾ, ഏറ്റവും ഞങ്ങൾ സ്നേഹിക്കുന്ന പ്രകൃതിയെ സ്നേഹിക്കുന്ന അശോക മാഷ് ഉൾപ്പെടെയുള്ളവരുടെ അക്ഷീണ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഔഷധ സസ്യത്തോട്ടം ഇവിടെ യാഥാർത്ഥ്യമായിട്ടുള്ളത്. പുതുതലമുറയ്ക്ക് എല്ലാ ഔഷധ സസ്യങ്ങളും നമ്മുടെ ചുറ്റുപാടുമുള്ള ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്തുക, അതുവഴി നല്ല ഒരു ആരോഗ്യം പരിരക്ഷിക്കാൻ അവർക്ക് ആകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഇതേക്കുറിച്ചുള്ള അവബോധം. മാനവരാശിയുടെ ആരോഗ്യത്തിൻ്റെ പ്രധാനപ്പെട്ട രഹസ്യം എന്ന് പറയുന്നത് സസ്യങ്ങളായിരുന്നു. സസ്യങ്ങൾ എന്ന് പറയുമ്പോൾ സസ്യങ്ങളിൽ തന്നെ ഔഷധ സസ്യങ്ങളായിരുന്നു മനുഷ്യൻ്റെ ആരോഗ്യം നിലനിർത്തിയിരുന്നത്. എന്നാൽ കാലം ഉപഭോഗ സംസ്കാരത്തിന് വഴങ്ങിയപ്പോൾ അവയൊക്കെ പലതും അന്യം നിന്ന് പോവുകയും പലതും നശിപ്പിക്കപ്പെടുകയും ചെയ്തു പോയിട്ടുണ്ട്. അങ്ങനെയാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിറവിയും അതിൻ്റെ വിഷമരുന്നുകളുടെ പിറകെ നമ്മൾ പോകേണ്ടി വന്നതും. നമ്മുടെ തലമുറ ഇന്ന് ആ തരത്തിലുള്ള വിഷമരുന്നുകളുടെ പിറകെ പോവുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ആരോഗ്യം സംരക്ഷിച്ചിരുന്ന പഴയ ഔഷധ മൂല്യങ്ങളുള്ള സസ്യങ്ങൾ ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് സമാഹരിച്ച് ഇവിടെ 210-ലധികം ഔഷധ സസ്യങ്ങൾ ഇവിടെ ഞങ്ങൾ സമാഹരിച്ചിട്ടുണ്ട്. CD നെറ്റ് ന്യൂസ്, കായംകുളം.